ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അവന്തികയും അനഘയുമാണ്. അർച്ചന അവന്തികയെ വിളിച്ചിട്ട് പറയുകയാണ്, ഏട്ടത്തി ഞാനും സച്ചേട്ടനും കൂടി നെല്ലിശ്ശേരിയിലേക്ക് വരികയാണ്. വിവാഹ നിശ്ചയം മുടങ്ങി. ഇത് കേൾക്കുന്ന അവന്തിക ഒരു ഞെട്ടലോട് ചോദിക്കുകയാണ്, നിശ്ചയം മുടങ്ങിയെന്നോ? എങ്ങനെ? എൻ്റെ ഏട്ടത്തി, വിവാഹ നിശ്ചയം നടക്കണമെങ്കിൽ പെണ്ണ് മാത്രം പോരല്ലോ, ചെറുക്കനും വേണ്ടേ? മുഹൂർത്തം കഴിഞ്ഞിട്ടും ചെറുക്കൻ ഇതുവരെ വന്നിട്ടില്ല. ചെറുക്കനെ ഒരു ചികിത്സയിലാണത്രേ, ആയുർവേദ ചികിത്സ. ഉഴിച്ചിലും പിഴിച്ചിലുമൊക്കെ ആയിട്ട് നടത്തുന്നതേ നമ്മുടെ ആയുർവേദ ഡോക്ടർ അബ്ദുൾ ഖാദറുമാണ്. ഏട്ടത്തിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ വേണേ പറഞ്ഞു തരാം. ആ അജയനെ ഞങ്ങൾ പൊക്കിയെന്ന്. അച്ഛനെ തെറ്റിദ്ധരിപ്പിച്ച് അനഘയുടെയും സന്ദീപിന്റെയും വിവാഹം നടത്താമെന്നല്ലേ ഏട്ടത്തി കരുതിയിരിക്കുന്നത്? എന്നാലേ അതും നടക്കാൻ പോകുന്നില്ല. കാരണം സന്ദീപേ എൻ്റെ ഒപ്പമാ. ഇത് കേൾക്കുന്ന അവന്തികയും അനഘയും ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. കയറ്റുമതി ചെയ്തിട്ട് ഇറക്കുമതി ചെയ്തൊരു സാധനം അടുത്ത് നിൽപ്പില്ലേ, അതിനെ എങ്ങോട്ടെങ്കിലും കയറ്റി അയച്ചോ. അച്ഛൻ്റെ മുമ്പിലൊന്ന് ചെന്ന് പേടാനേ നിൽക്കണ്ട. പിന്നെ ഒരു കാര്യം കൂടി, ഒരുപാട് ഓണമുണ്ടിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഏട്ടത്തിൻ്റെ പ്ലാനെല്ലാം കറക്റ്റായിരുന്നു ഇന്നലെ രാത്രി വരെ. അർച്ചനയെ നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. എത്ര നീട്ടിയെറിഞ്ഞാലും അർച്ചനയുടെ അത്രയും എത്തത്തില്ല അവന്തികെ. പിന്നെ വരാൻ നേരമേ എന്തെങ്കിലും ഒരു നല്ല കള്ളം കൂടി കണ്ടുപിടിച്ചു വെച്ചോ. ബാക്കിയെല്ലാം നെല്ലിശ്ശേരി വന്നിട്ട് തരാമെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അർച്ചന കോള് കട്ട് ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. അജയൻ നിശ്ചയത്തിന് വരാത്തതിന്റെ പേരിൽ വാക്തർക്കമുണ്ടാവുകയാണ്. അജയന്റെ വീട്ടുകാരും വൃന്ദാവനം വീട്ടുകാരും തമ്മിൽ. ഒരു ചുക്കും ചുണ്ണാമ്പും കിട്ടില്ലെന്ന് പറഞ്ഞ് അജയൻ പറഞ്ഞതുകൊണ്ട് മാത്രമാ ഈ വിവാഹത്തിന് ഞങ്ങൾ സമ്മതിച്ചതെന്ന് അജയന്റെ അമ്മ പറയുമ്പോൾ കമല പറയുകയാണ്, ഇനി എന്തൊക്കെ വന്നാലും ശരി, നിങ്ങളുടെ കുടുംബത്തിലോട്ട് ഞങ്ങൾ ഞങ്ങളുടെ പെണ്ണിനെ കൊടുക്കുന്നില്ല. മാഷേ, ഇവരുടെ ഇടയിലേക്ക് പറഞ്ഞു വിട്ടാലും നമ്മുടെ മോൾക്ക് അവിടെ ഒരു സ്വസ്ഥതയും സമാധാനവും കാണില്ല. അങ്ങനെ മീരയും അജയന്റെ വീട്ടുകാരോട് ഇറങ്ങിപ്പോകാൻ പറയുകയാണ്. എന്താണെങ്കിലും ഞങ്ങൾക്ക് ഈ കുടുംബത്തിൽ നിന്നും ഒരു ബന്ധവും വേണ്ടെന്ന് പറഞ്ഞ് അജയന്റെ അമ്മാവൻ അജയന്റെ അച്ഛനെയും അമ്മയും വിളിച്ചുകൊണ്ട് അവിടെ നിന്നിറങ്ങുന്നു. അതേസമയം അർച്ചന അങ്ങോട്ടേക്ക് വരികയാണ്. എന്ത് പറ്റിയെന്ന് അർച്ചന ചോദിക്കുമ്പോൾ വിവാഹ നിശ്ചയം മുടങ്ങിയ കാര്യം എല്ലാവരും അർച്ചനയോട് പറയുന്നു. അതേസമയം പുറത്തേക്ക് വരുന്ന ആതിര പറയുകയാണ്, എല്ലാവരുടെ എല്ലാ അഭിപ്രായം പറയലും കഴിഞ്ഞെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് എന്താണെങ്കിലും ഇനി വിവാഹവും നിശ്ചയവും ഒന്നും വേണ്ട. ഇനി എത്ര പേരെ മുമ്പിൽ ഞാൻ ഇങ്ങനെ ഒരുങ്ങിക്കേട്ടി നിൽക്കണം? എനിക്ക് പഠിക്കണം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്നെ പഠിപ്പിക്ക്. അല്ലാതെ ആരും എൻ്റെ വിവാഹം നടത്താനായി ഇപ്പോൾ തുനിഞ്ഞിറങ്ങണ്ട. ആദ്യം എനിക്കൊന്ന് സ്വന്തം കാര്യം നിൽക്കണം, എന്നിട്ട് മതി വിവാഹം. ആൾക്കാർ പറയുന്ന കാശിന് കെട്ടിച്ചു കൊടുക്കാനും പറഞ്ഞയക്കാനും ഞാൻ ആടോ മാടോ ഒന്നുമല്ലല്ലോ അനൂപേട്ട. അനൂപേട്ടൻ എന്നോട് സ്നേഹമുണ്ടെങ്കിൽ എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞുകൊണ്ട് ആതിര അകത്തേക്ക് പോകുമ്പോൾ എല്ലാവരും വിഷമത്തോടെ നിൽക്കുകയാണ്. തുടർന്ന് അർച്ചന പറയുകയാണ്, അനൂപേട്ടൻ വണ്ടി വിൽക്കുന്നതിന് മുമ്പ് എന്നോടൊന്ന് അഭിപ്രായമെങ്കിലും ചോദിക്കാമായിരുന്നു. എങ്കിലിപ്പോ വീട്ടുകാരുടെ എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ തല കുനിച്ച് നിൽക്കേണ്ടി വരില്ലായിരുന്നു പറഞ്ഞുകൊണ്ട് അർച്ചന അകത്തേക്ക് കയറി പോകുന്നു. അങ്ങനെ അർച്ചന ഓരോ കാര്യങ്ങളോർത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് സച്ചി വരികയാണ്. ആണെങ്കിലും വിവാഹ നിശ്ചയം മുടങ്ങിയത് നന്നായി. ഇനി നമുക്ക് സന്ദീപിനെ കണ്ടെത്തണമെന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുകയാണ്, സന്ദീപിനെ കണ്ടെത്തി അവനെ ഒരു സുരക്ഷിതമായ സ്ഥലത്തെത്തിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. സച്ചിയേട്ടൻ്റെ സംശയങ്ങളെല്ലാം ശരിയായിരുന്നു. അജയനായിരുന്നു സന്ദീപിനെ കടത്തിക്കൊണ്ടുപോയത്. സന്ദീപ് ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഇത് കേൾക്കുന്ന സച്ചി അജയനെ ഞാനിനി വെച്ചേക്കില്ലെന്ന് പറഞ്ഞ് പോകാനൊരുങ്ങുമ്പോൾ അർച്ചന പറയുകയാണ്, അജയന് വേണ്ടതെല്ലാം ഡോക്ടർ സന്ദീപ് അബ്ദുൾ ഖാദറും ചേർന്ന് കൊടുത്തിട്ടുണ്ട്. അവൻ വരാതിരുന്നതും അതുകൊണ്ട് തന്നെയാ. ഇനി അനഘയെ കണ്ടെത്തണമെന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുകയാണ്, അനഘയും എത്തിയിട്ടുണ്ട്. അവളൊരു ടൂറിലായിരുന്നു. അവൾക്കുള്ള ശിക്ഷ എന്താണെങ്കിലും അച്ഛൻ കൊടുക്കും. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ഭയത്തോടെ നിൽക്കുന്ന അവന്തികയും അനഘയുമാണ് കാണിക്കുന്നത്. തുടർന്ന് സേതുമാധവൻ ദേഷ്യത്തോടെ അനഘയുടെ നേരെ ചെല്ലുമ്പോൾ അവന്തിക പറയുകയാണ്, അച്ഛാ, അച്ഛനൊന്നും പറഞ്ഞില്ല. എന്താ പറയേണ്ടത്? അനഘ തിരിച്ചു വന്നതിൽ എനിക്ക് സന്തോഷമുണ്ടെന്നോ, അതോ എൻ്റെ മകനോടൊപ്പം ഒളിച്ചോടി പോയതല്ലെന്നറിഞ്ഞപ്പോൾ എനിക്ക് സമാധാനം കിട്ടിയെന്നോ? ഇത് കേൾക്കുന്ന അനഘ പറയുകയാണ്, അത് പിന്നെ അങ്കിൾ, ഇവിടെ ഇത്രയും പ്രശ്നമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചപ്പോൾ ഞാൻ പോയതാ. തുടർന്ന് സേതു പറയുകയാണ്, എനിക്ക് നിന്നോട് കുറേ കാര്യങ്ങൾ ചോദിക്കാനും പറയാനുമുണ്ട്. പക്ഷേ അതിനേക്കാൾ മുമ്പ് എനിക്ക് സംസാരിക്കേണ്ടതേ അവന്തികയോടാണ്. നീ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? ഇവള് വിളിച്ചിരുന്നെന്നും ഇവളുടെ കൂടെ സന്ദീപ് ഉണ്ടെന്നും. അത് പിന്നെ അച്ഛാ, സന്ദീപിനെയും അനഘയും കാണാതായപ്പോൾ അച്ഛന് ടെൻഷൻ ആയതുകൊണ്ട് ടെൻഷൻ കുറയാൻ വേണ്ടിയാ ഞാൻ പറഞ്ഞത്. ഇത് കേൾക്കുന്ന സേതു അവന്തികയ്ക്ക് നേരെ കയ്യൊങ്ങിക്കൊണ്ട് ചെല്ലുമ്പോൾ ഭയത്തോടെ കണ്ണടച്ച് നിൽക്കുകയാണ് അവന്തിക. പെട്ടെന്ന് അനഘയുടെ കരണം പുകച്ച് ഒരടി കൊടുക്കുകയാണ് സേതുമാധവൻ. എത്ര കള്ളത്തരമാ നീയും നിന്റെ ചേച്ചിയും കൂടി പറഞ്ഞതെന്നറിയാമോ? ഇപ്പൊ നിനക്ക് തന്ന അടിയുടെ പകുതിയെ നിന്റെ ചേച്ചിക്കുള്ളതാ. അന്ന് താൽക്കാലികമായി ആശ്വാസം കണ്ടെത്തിയെങ്കിലും ഇപ്പോ അതിൽ കൂടുതൽ ടെൻഷനായില്ലേ? സന്ദീപിനെ ഇതുവരെ ആരും കണ്ടെത്തിയില്ലല്ലോ. ഇത് എത്രാമത്തെ തവണ അവന്തികെ നീയും ഇവളും കൂടി എന്റെ മുന്നിൽ ഇങ്ങനെ തല കുനിച്ച് നിൽക്കുന്നത്? ഒന്നെങ്കിൽ ഇന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും നെല്ലിശ്ശേരിയിൽ നിന്നും പടിയിറങ്ങാം,
അല്ലെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കില്ലെന്ന് ഉറപ്പു നൽകി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ തന്നെ നിൽക്കാം. പക്ഷേ ഇനിയും നിങ്ങൾ ഇതുപോലെ തുടർന്നാലുണ്ടല്ലോ, ഇത് രണ്ടിനുമുള്ള അവകാശം ഞാൻ നിങ്ങൾക്ക് തരില്ല. ഞാൻ തീരുമാനിച്ചായിരിക്കും കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുക. അതിന്റെ പരിണിതഫലമേ അവന്തികയും അനഘയും പിന്നെ ഈ നെല്ലിശ്ശേരി വീട്ടിൽ ഉണ്ടാകില്ല. അത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ സേതുമാധവൻ നോക്കുമ്പോൾ അവന്തികയും അനഘയും ഒരു പേടിയോടെ സേതുവിനെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.